കടുത്ത വരൾച്ചയെ ഇടുക്കിയിലെ ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റിവരണ്ടു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ്. വേനൽ ചൂടിൽ ജലനിരപ്പ് ഇനിയും താഴുന്ന സാഹചര്യമുണ്ടായാൽ ഹൈഡൽ ടൂറിസം പദ്ധതികളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണിപ്പോൾ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഇടുക്കിയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളിലേക്കാണിപ്പോൾ. അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ ബോട്ടിംഗ് അടക്കം പൂർണ്ണമായി നിർത്തേണ്ടി വരുമെന്നുള്ള ആശങ്കയാണ് അവർ ഞങ്ങളുടെ സന്ദീപിനോട് പങ്കുവച്ചത്. കാണാം. ജില്ലയിൽ അതികഠിനമായ ചൂടും വരൾച്ചയുമാണ് അനുഭവപ്പെടുന്നത്. കാർഷിക മേഖല എന്നതുപോലെ തന്നെ ഡാമുകളിലെ അടക്കം ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടി അണക്കെട്ടിലാണ്. പൊന്മുടി ജലാശയത്തിൻ്റെ ഷട്ടറിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നിന്നും ഒരുപാട് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്രയെങ്കിലും ജലം ഇതിനകത്തുള്ളത് ഈ ആനയിറങ്കൽ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. ആനയിറങ്കൽ ജലാശയം ഇതിൻ്റെ സപ്പോർട്ട് ഡാമായിട്ട് നിലനിൽക്കുന്നതാണ്. വേനൽക്കാലത്ത് അവിടെ നിന്നാണ് ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വരൾച്ച ഒപ്പം തന്നെ കുടിവെള്ളക്ഷാമം അടക്കം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു ഹൈഡൽ ടൂറിസം പ്രവർത്തിക്കുന്നുണ്ട്, ബോട്ടിംഗ് അടക്കം. ഈ വരൾച്ച അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോട്ടിങ്ങിനടക്കം അത് ഒരു വലിയ തിരിച്ചടിയായി മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹൈഡൽ ടൂറിസം ഡാം ആൻഡ് ഡെയിൽ ഹൈഡൽ ടൂറിസം പദ്ധതിയാണ്. ഇത് നടത്തുന്നത് രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കാണ്. ഈ ബോർഡ് മെമ്പർമാരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് വരൾച്ച? വരൾച്ച അതിഭീകരമായ വരൾച്ചയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ജലാശയങ്ങളെയും ജലസേചനം അല്ലെങ്കിൽ വൈദ്യുതോൽപാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന ചൂട് ക്രമാതീതമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഉഷ്ണതരംഗവും മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. ഇപ്പോൾ ഈ അല്പം വെള്ളമെങ്കിലും കാണുന്നത് ആനയിറങ്കൽ എന്ന് പറയുന്ന സ്റ്റോറേജ് ഡാമിൽ നമുക്ക് വെള്ളം വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നാൽ ഇതിലും താഴേക്ക് അല്ലെങ്കിൽ ഇതിലും താഴെയുള്ളൊരു നിലവാരത്തിലേക്ക് ഈ ജലത്തിൻ്റെ അളവ് പോയേനെ. അപ്പോൾ ഗുരുതരമായ അതിരൂക്ഷമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. മഴ സമീപത്തേക്കും കിട്ടിയില്ല എങ്കിൽ നമുക്ക് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഹൈഡൽ ടൂറിസം പ്രോജക്റ്റുകളും നമുക്ക് ബോട്ടിംഗ് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ബോട്ടിങ്ങിന് ഈ ജലവിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സമയം കൂടിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ഇപ്പോൾ വെക്കേഷനും ഇപ്പോൾ ഈ ഈസ്റ്റർ വിഷു സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടിങ്ങിനായിട്ട് എത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ല എങ്കിൽ തുടർന്നും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ റൂമുകളൊക്കെ ഒരുപാട് വേക്കൻ്റായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ചൂട് കൂടുന്നു. അവിടെ നാട്ടിലേതുപോലെ തന്നെ ഏകദേശം സമാനമായ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ മൂന്നാറും മറ്റു പരിസര പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നു. സഞ്ചാരികൾ അധികം എത്താത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിനോദസഞ്ചാര മേഖലയെ ഈ കാലാവസ്ഥ മാറ്റം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖല എന്നതുപോലെ തന്നെ ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി ഹൈഡൽ ടൂറിസം പദ്ധതികളും കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മഴ കൊതിച്ചിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഹൈഡൽ ടൂറിസം പദ്ധതികളെന്ന് കരുതാം. സമസ്ത മേഖലയിലും ഹൈറേഞ്ചിൻ്റെ സമസ്ത മേഖലകളെയും ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചിട്ടുണ്ട്. ഏലം കർഷകർ വൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖല വൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിന് ഒരു ഒരു മഴ ലഭിച്ചില്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. അതൊരു ആശാവഹമായ പ്രവണതയാണ്. ഉടൻ തന്നെ മഴ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ഹൈറേഞ്ചുകാർ കാത്തിരിക്കുന്നത്. ഒരു മഴ ലഭിച്ചില്ലെങ്കിൽ പരിണിതം വളരെ മോശമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അത്തരത്തിലാണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം, പൂർണ്ണമായി ഈ പഴയ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ ഈ പൊങ്ങി നിൽക്കുന്നത്. ഇനി ഇതിലും ജലനിരപ്പ് താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുമ്പ് ഈ ഡാം പണിയുന്ന കാലഘട്ടത്തിലുണ്ടായ തേക്കുമരങ്ങളുടെ കുറ്റി ഇതിനകത്തുണ്ട്. അവ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ ബോട്ടിംഗ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതിവിടെ മാത്രമല്ല, എല്ലാ അണക്കെട്ടുകളിലെയും ഒരു സാഹചര്യം നിലവിൽ അങ്ങനെയാണ്. എന്തായിരുന്നാലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ല വേനൽമഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അത് ഹൈഡൽ ടൂറിസം പദ്ധതികളെ അതിഗുരുതരമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. ഒപ്പം തന്നെ കാർഷിക മേഖല പൂർണ്ണമായി തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. വലിയ വെല്ലുവിളിയായി വേനൽ ഇത്തവണ ഇടുക്കി ഹൈറേഞ്ചിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. ഓക്കെ, താങ്ക് യു സന്ദീപ്.